മലയാള നാട്ടിൽ 3 മനുഷ്യർക്ക് കൂടി വധശിക്ഷ. മനുഷ്യജീവനുകൾ പൊലിഞ്ഞാലും ചോരയെത്ര ഒഴുകിയാലും നിയമമല്ലേ തമ്പ്രാക്കൾക്ക് എന്ത് ഛേദം? 1972 പടച്ചുവെച്ച വനം വന്യജീവി സംരക്ഷണ നിയമം 3 മനുഷ്യർക്ക് കൂടി വധശിക്ഷ വിധിച്ചു. എല്ലാം പാവങ്ങൾ. 10 ലക്ഷത്തിന്റെ ചാവ് പണം കൊണ്ട് പരിഹാരത്തിനിറങ്ങുന്ന മഹാപാപികളെ, മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ നിയമം മാറ്റൂ, അല്ലെങ്കിൽ വനവാസത്തിന് പോകൂ. ഇന്നത്തെ ദീപിക പത്രത്തിൽ വന്ന എഡിറ്റോറിയലിലെ തുടക്കത്തിലെ വാചകങ്ങളാണിവ. നിയമത്തിൻ്റെ പിൻബലത്തിൽ മനുഷ്യക്കുരുതികൾ തുടർക്കഥകളാവുമ്പോൾ ഏമാന്മാർക്കും തമ്പ്രാക്കൾക്കും എന്ത് ഛേദം? കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളും ശക്തമായ വാദഗതികളുമായി ഈ വിഷയത്തിൽ ദീപിക തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ എഡിറ്റോറിയൽ ഇങ്ങനെയാണ്: 3 മനുഷ്യർക്ക് കൂടി കാട്ടുനിയമത്തിൻ്റെ വധശിക്ഷ. അത് ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വാചകങ്ങൾ തന്നെയാണ്. 1972 പടച്ചുവെച്ച വനം വന്യജീവി സംരക്ഷണ നിയമം 3 മനുഷ്യർക്ക് കൂടി വധശിക്ഷ വിധിച്ചു. എല്ലാം പാവങ്ങൾ. 10 ലക്ഷത്തിന്റെ ചാവ് പണം കൊണ്ട് പരിഹാരത്തിനിറങ്ങുന്ന മഹാപാപികളെ, മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ നിയമം മാറ്റൂ, അല്ലെങ്കിൽ വനവാസത്തിന് പോകും. 3 മൃതദേഹങ്ങൾ കൂടി. ഒരു പ്രാകൃത വനജീവി നിയമവും അതിൻ്റെ സംരക്ഷകരായ രാഷ്ട്രീയക്കാരും ചേർന്ന് 3 മനുഷ്യരെ കൂടി കൊലയ്ക്ക് കൊടുത്തു. ഭയാനകം. ഈ മനുഷ്യരുടെ വോട്ട് വാങ്ങി അധികാരം നുണഞ്ഞവർ മൃഗങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. ഇവർക്ക് ഭ്രാന്താണോ, അതോ അദൃശ്യ താല്പര്യങ്ങളുടെ ചങ്ങലയിലാണോ, അതുമല്ലെങ്കിൽ വെറും വിവരക്കേടോ? എന്തായാലും മതിയാക്കൂ ഈ കൊലവെറി. 1972 വനം വന്യജീവി നിയമമുള്ള കാലത്തോളം ഈ നരയാട്ട് അവസാനിക്കില്ല. സംസ്ഥാനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കോടതികൾക്ക് പോലും ഇരകൾക്കൊപ്പം നിൽക്കാനാകില്ല. വന്യരാഷ്ട്രീയക്കാരെ, നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചവരെ നിങ്ങളിങ്ങനെ പരിഹസിക്കരുത്. അധികാരം കൊലക്കത്തിയാക്കിയാൽ അത് നിഷ്കരണം തിരിച്ചെടുക്കാൻ കെൽപ്പുണ്ട് ജനാധിപത്യത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മഹാഭൂരിപക്ഷങ്ങളെ അത് വട്ടപൂജ്യമാക്കും. നിങ്ങളുടെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഒരിക്കൽ ഈ നിസ്സഹായർ ഒന്നിച്ചു വരും. സോഫിയ, മാനു, ബാബു. 24 മണിക്കൂറിനകം ആന ചവിട്ടിക്കൊന്ന 3 മനുഷ്യരുടെ പേരുകൾ. ഇടുക്കി പെരുവന്താനത്തുള്ള സോഫിയ വീടിനടുത്തുള്ള അരുവിയിൽ കുളിക്കാൻ പോയതാണ്. കാട്ടാന ചവിട്ടിക്കൊന്നു. വയനാട് നൂൽപ്പുഴയിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്നു ആദിവാസി യുവാവ് മാനു. ആന തുമ്പിക്കൈയിൽ ചുറ്റി വലിച്ചെറിഞ്ഞു. തിരുവനന്തപുരം പാലോട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണ് ബാബു. 4 ദിവസത്തിന് ശേഷം കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം മൃതദേഹം കണ്ടെത്തി. സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതം അപകടത്തിലാക്കിയ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് 1 കൊല്ലം മുമ്പ് സോഫിയ പറഞ്ഞ വാക്കുകളാണ് അതിലുള്ളത്. സോഫിയ ഭയന്നത് സംഭവിച്ചു. 3 ഇടങ്ങളിലും ജനങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയും മൃതദേഹങ്ങൾ നീക്കം ചെയ്യില്ലെന്ന് ശഠിക്കുകയും ചെയ്തു. ഒരു കാര്യവുമില്ല. ഇനി കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങളുമായി നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുമാണ് വിലാപയാത്ര നടത്തേണ്ടത്. അവിടെയാണ് ആ നിയമത്തിന് കാവലിരിക്കുന്ന മൃഗസ്നേഹികൾ ഒളിച്ചിരിക്കുന്നത്. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മനുഷ്യർക്ക് ഭീഷണിയാവുന്ന വന്യജീവികളെ കൊല്ലാനുള്ള വകുപ്പുണ്ടെന്നും അതുകൊണ്ട് നിയമം മാറ്റേണ്ടതില്ലെന്നും ചില രാഷ്ട്രീയക്കാരും മൃഗസ്നേഹികളും ന്യായീകരിക്കാറുണ്ട്. എന്നിട്ടെന്താ തമ്പ്രാക്കളെ നിങ്ങൾ ആ വകുപ്പുകൾ ഉപയോഗിക്കാത്തത്? എങ്ങനെയാണ് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് പാവപ്പെട്ടവർ വർഷം തോറും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? വന്യജീവികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അപ്രായോഗികമാണെന്ന്. നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെന്ന് സംശയം വന്നാൽ ഉദ്യോഗസ്ഥൻ കോടതി കയറണം. അതിലും ഭേദം സർക്കാരിനെ പോലെ കണ്ണും പൂട്ടി ഇരിക്കുകയാണ്. വനം മന്ത്രി AK ശശീന്ദ്രൻ 2024 ഫെബ്രുവരിയിൽ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 2023 ഇടയിൽ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളിൽ 909 പേർ കൊല്ലപ്പെട്ടു. 55,839 ആക്രമണങ്ങളുണ്ടായി. 7,492 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും ജീവിതം പൂർണ്ണമായും കിടക്കയിലാണ്. നഷ്ടപ്പെട്ട വീടുകൾ, കന്നുകാലികൾ, കൃഷി. ജനം മടുത്തു. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇത്രയും മാസങ്ങൾക്കിടെ കേരളത്തിൽ 57 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനടുത്ത് വനം വകുപ്പിന് വേണ്ടി കാട് തെളിക്കാനെത്തിയ ബിമലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇപ്പോഴിതാ 3 മരണങ്ങൾ കൂടി. നിസ്സഹായരായ മനുഷ്യരുടെ പ്രാണവേദന തിരിച്ചറിയാത്ത രാഷ്ട്രീയക്കാർ നിയമം മാറ്റില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നിയമത്തെ തൊടില്ല. ഇതൊക്കെ സംസ്ഥാന സർക്കാരുകളുടെ കുറ്റമാണെന്ന് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം അദ്ദേഹം കേരളത്തിലും നടത്തി. കേന്ദ്രത്തെ പഴിച്ച് സംസ്ഥാനം കൈമലർത്തി കളിക്കുകയാണ്.
നിവേദനം, പ്രസ്താവന, കേന്ദ്രത്തെ പഴിക്കൽ. 9 വർഷമായി ഇതാണ് വഴിപാട്. സംസ്ഥാനത്ത് ഇത്ര ഭയാനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കെ നിസ്സഹായത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വനമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ സർക്കാരിന് ജനങ്ങളോടുള്ള അവഗണന മനസ്സിലാക്കാൻ. ജനം പെട്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വന്യജീവി ശല്യം ലഘൂകരിക്കാൻ പാർലമെന്റിൽ കൂടുതൽ പണം ആവശ്യപ്പെടാം, പക്ഷേ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ താൻ മുൻകൈ എടുക്കില്ല എന്നാണ്. ഇത് മറച്ചുവെച്ചാണ് പ്രതിപക്ഷ നേതാവും സംഘവും മലയോര സമരയാത്ര നടത്തിയത്. ലേശം ഉളുപ്പ്. കാലാന്തരത്തിൽ ജനദ്രോഹമായി മാറിയ വനം വന്യജീവി സംരക്ഷണ നിയമം 1972 കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി സർക്കാരാണ്. അത് സൃഷ്ടിച്ച ദുരന്തങ്ങളെ ഭവന സന്ദർശനങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാമെന്ന് ഇന്ദിരയുടെ കൊച്ചുമകൾ കരുതരുത്. വന്യജീവിയുടെയും തെരുവ് നായകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന മേനക ഗാന്ധിയെ പോലെയല്ല നിങ്ങൾ. വയനാടിന്റെ MP ആണ്. വയനാട്ടിലെ ജനങ്ങൾ നൽകിയ മഹാഭൂരിപക്ഷം വന്യജീവി സംരക്ഷണം ഉറപ്പാക്കാനല്ല. മോദി ആയാലും പിണറായി ആയാലും പ്രിയങ്ക ആയാലും മറക്കരുത്, തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ കൊടുത്തതൊക്കെ നിർദ്ദയം പിടിച്ചെടുക്കാൻ ജനാധിപത്യത്തിന് ശേഷിയുണ്ട്. കാട് നിറഞ്ഞ് വന്യജീവികൾ പുറത്തിറങ്ങിയാൽ വേട്ടയാടി തിന്നാൻ ലോകത്തെവിടെയും അവകാശമുണ്ട്. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലരുതെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അവയെ കൊല്ലാനും തിന്നാനും അനുവദിക്കണമെന്നും പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് പോലും പറയേണ്ടി വന്നു. എന്നിട്ടും മനുഷ്യന്റെ ചോര മണക്കുന്ന നിയമത്തിന് മുകളിൽ അടയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ ലോകത്ത് വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും അധികം മനുഷ്യർ കൊല്ലപ്പെടുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഈ നിയമം മാറണം, അത് അസാധ്യമല്ല. കണ്ടില്ലേ, സ്വന്തം ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത് കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത്. കാർഷിക നിയമങ്ങൾ മാറ്റില്ലെന്ന് വാശി പിടിച്ച കേന്ദ്രത്തെ മുട്ടുകുത്തിച്ച കർഷകരെ മറന്നോ? ജനവികാരത്തിന് പുല്ലുവില പോലും കൊടുക്കാതെ സിൽവർ ലൈൻ എന്ന് ആക്രോശിച്ചവർ ജനരോക്ഷത്തിന്റെ പാളത്തിലല്ലേ തലവെച്ചത്? ഈ നരഹത്യ നിയമവും മാറ്റിയേ തീരും. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. മഹാകവി കുമാരനാശാൻ കണ്ട ദുരവസ്ഥ കേരളം അനുഭവിക്കുകയാണ്. 10 ലക്ഷത്തിന്റെ ചാവ് പണം കൊണ്ട് പരിഹാരത്തിനിറങ്ങുന്ന മഹാപാപികളെ, മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ നിയമം മാറ്റൂ, അല്ലെങ്കിൽ വനവാസത്തിന് പോകൂ. നോക്കിക്കേ, എന്ത് ശക്തമായ എഡിറ്റോറിയലാണെന്ന്. രാഷ്ട്രീയ പക്ഷപാതങ്ങളില്ലാതെ, വേർതിരിവുകളൊന്നുമില്ലാതെ ജനപക്ഷത്തു നിന്നുള്ള ആധികാരികമായ നിലപാടെന്നേ ഇതിനെ പറയാനാകൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.